നമസ്കാരം. നടനും മോട്ടിവേഷണൽ സ്പീക്കറും ലോയറുമായ ഡോക്ടർ ക്രിസ് വേണുഗോപാലും നടിയും നർത്തകിയുമായ ദിവ്യ ശ്രീധറും വിവാഹിതരായി എന്ന വാർത്ത പുറത്തു വന്നതോടെ സ്നേഹത്തിനൊപ്പം വിമർശനങ്ങളും വന്നിരുന്നു. പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ച ഒരു വിവാഹ വാർത്തയായിരുന്നു ക്രിസ് വേണുഗോപാൽ ദിവ്യ ശ്രീധർ താരങ്ങളുടേത്. അത്യാവശ്യം നെഗറ്റീവ് കമന്റുകൾ വന്നുവെങ്കിലും അതിനെയൊക്കെയും പോസിറ്റീവായി എടുക്കുകയാണ് ഇരുവരും. ക്രിസിന്റെ വ്യത്യസ്ത ലുക്ക് തന്നെയാണ് അദ്ദേഹത്തിന് പ്രായക്കൂടുതൽ ഉണ്ട് എന്ന ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കാൻ കാരണവും. ഒരുപക്ഷെ അദ്ദേഹം സീരിയൽ ഒരു മുത്തശ്ശൻ വേഷം ചെയ്തതുകൊണ്ടാകാം അദ്ദേഹത്തിന് പ്രായക്കൂടുതൽ ഉണ്ട് എന്ന വാദം ഉയരാൻ കാരണം. സോഷ്യൽ മീഡിയയിൽ നിറയെ ദിവ്യ ശ്രീധർ ക്രിസ് വേണുഗോപാൽ വിവാഹ വാർത്തയെ കുറിച്ചായിരുന്നു. വിവാഹം കഴിഞ്ഞിട്ട് മാസങ്ങളായി കഴിഞ്ഞെങ്കിലും ഇവരുടെ വിവാഹ വിശേഷങ്ങൾ തീരുന്നില്ല. വിവാഹത്തിന് പിന്നാലെ ഇരുവർക്കും നേരിടേണ്ടി വന്നത് കടുത്ത സൈബർ ആക്രമണമായിരുന്നു. രണ്ടുപേരുടെയും പ്രായത്തെ ചൂണ്ടിക്കാട്ടിയായിരുന്നു അധിക്ഷേപങ്ങളേറെയും. ദിവ്യയ്ക്ക് 43 ക്രിസിന് 49 വയസ്സാണെന്നും പരസ്പരം ഒരു തുണ വേണമെന്നതിനാലാണ് വിവാഹം കഴിച്ചതെന്നും ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇത്തരം അധിക്ഷേപങ്ങളൊന്നും തങ്ങളെ ബാധിക്കാൻ പോകുന്നില്ലെന്നും ഇരുവരും വ്യക്തമാക്കിയിരുന്നു. മക്കൾ ഇപ്പോൾ ക്രിസിന്റെ സംരക്ഷണയിലാണ്. അച്ഛനായല്ല, സ്വന്തം പിതാവായാണ് ദിവ്യയുടെ മക്കൾ ക്രിസിനെ കാണുന്നത്. അദ്ദേഹത്തെ അറിയുന്നവർക്കറിയാം, വളരെ ജീനിയസ് ആയ വിവിധ വിഷയങ്ങളിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും ഉള്ള ഒരു വ്യക്തിയാണ് ക്രിസ് എന്ന്. മാത്രമല്ല, ക്രിസിന്റെ പണം കണ്ടാണ് ദിവ്യ കൂടിയതെന്നും ആക്ഷേപിക്കുന്നവർ നിരവധിയാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ബാങ്ക് ബാലൻസ് തനിക്ക് ഇതുവരെയും അറിയില്ലെന്നാണ് ദിവ്യ പറഞ്ഞത്. ഇപ്പോഴിതാ ക്രിസ് പറയുന്ന ചില വാക്കുകളാണ് വൈറലായി മാറുന്നത്. ഏട്ടന് പൈസ കണ്ടിട്ടാണ് ഈ വിവാഹം നടന്നതെന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ പൈസ കണ്ടല്ല ഞാൻ വിവാഹം ചെയ്തതെന്നാണ് ദിവ്യ പറയുന്നത്. നേരത്തെ ഒരു സംരംഭത്തിന്റെ ഉദ്ഘാടനത്തിന് എത്തിയപ്പോഴായിരുന്നു ദിവ്യയും ക്രിസും ഇക്കാര്യം സംസാരിച്ചത്. വിവാഹം കഴിഞ്ഞു ഇത്രയും നാളായിട്ടും ഇപ്പോഴും തങ്ങളെ വിടാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും സൈബർ അറ്റാക്ക് തുടരുന്നുണ്ടെന്നും ഇരുവരും പറയുന്നുണ്ട്. ഞാൻ വക്കീലാണോ എന്നറിയാൻ ബാർ അസോസിയേഷനിൽ വിളിച്ച് ചോദിച്ചവർ വരെയുണ്ട്. ഞാൻ അതിൽ പരാതി ഒന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. ഏട്ടന്റെ അക്കൗണ്ടിൽ എത്ര രൂപയുണ്ടെന്ന് ഞാൻ അന്വേഷിച്ചിട്ടില്ല. ബാങ്ക് ഡീറ്റെയിൽസ് എന്താണെന്ന് പോലും അറിയില്ലെന്നാണ് ദിവ്യ ഗോസിപ്പുകളോട് പ്രതികരിച്ചത്. ഞങ്ങൾ ഇവിടെ വന്നു, നിങ്ങൾ മീഡിയാസ് ഞങ്ങൾക്ക് മുൻപേ എത്തി, പക്ഷെ തെറിവിളികൾ ഞങ്ങൾക്കാണ്. ന്യൂ ഇയർ അങ്ങനെ വലിയ ആഘോഷമൊന്നുമില്ല. ബോധം കളഞ്ഞു പലരും ആഘോഷിക്കുമ്പോൾ ഒന്ന് വിളക്ക് കൊളുത്തി ആഘോഷിക്കാനാണ് നമ്മൾ ആലോചിച്ചത്. അത് എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. ഈ വർഷവും അങ്ങനെ തന്നെയായിരുന്നു. നമ്മുടെ തീരുമാനങ്ങൾ ഒന്നും ഇപ്പോൾ പറയില്ല, പറഞ്ഞാൽ അത് നടക്കില്ല. നമ്മൾ വിജയിച്ചിട്ടുണ്ടെങ്കിലും പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിന് നമ്മൾ തന്നെയാണ് കാരണം. ഭഗവത്ഗീതയിൽ ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാറ്റങ്ങൾക്ക് എല്ലാം അടിസ്ഥാനം നമ്മൾ തന്നെയാണ്. ഞങ്ങൾ വെറുതെ ചീത്ത പറയുന്ന ആളുകളുണ്ട്. ഇപ്പോൾ കമന്റുകൾക്ക് ഞാൻ റിപ്ലൈ കൊടുക്കാറില്ല. ഇതൊക്കെ ക്രിസും ദിവ്യയും പറയുന്നു. അതേസമയം ഞാനൊരു കോടീശ്വരനാണെന്നാണ് ചിലർ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചോദിച്ചാൽ ഉടനെ കോടികൾ കൊടുക്കുമെന്നാണ് വിചാരം. ആളുകൾ ഫോൺ വിളിച്ച് കാശ് ചോദിക്കുന്നുവെന്ന് വരെ ക്രിസ് വേണുഗോപാൽ വെളിപ്പെടുത്തുകയുണ്ടായി. അതേസമയം വിദ്യാഭ്യാസക്കുറവ് എന്ന പേരിൽ തനിക്ക് നേരെ വരുന്ന വിമർശനങ്ങളോടും ദിവ്യ നേരത്തെ പ്രതികരിച്ചിരുന്നു. IFFK വേദിയിൽ വന്നതിനെ വിമർശിക്കാനും തെറി പറയാനും മാത്രം ചിലർ ശ്രമിച്ചുവെന്നും എന്ത് സുഖമാണ് ഇത്തരക്കാർക്ക് കിട്ടുന്നതെന്ന് തനിക്കറിയില്ലെന്നും ദിവ്യ ചൂണ്ടിക്കാട്ടി. ഇക്കാരണത്താൽ കുറെ പേരെ ഞാൻ ബ്ലോക്ക് ചെയ്തെന്നും അക്കൗണ്ടുകളിൽ നിന്ന് ഒഴിവാക്കിയെന്നും ദിവ്യ ശ്രീധർ മാധ്യമങ്ങളോട് പറഞ്ഞു. വെറും പണം കണ്ടിട്ടാണ് വിദ്യാഭ്യാസമില്ല എന്നൊക്കെ എന്നെ കുറിച്ച് പറയുന്ന കുറെ കമന്റുകൾ ഞാൻ കണ്ടിരുന്നു. എന്ത് സുഖമാണ് ഇവർക്ക് കിട്ടുന്നത്? എന്റെ ഏട്ടന് പ്രശ്നമില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കൊക്കെ എന്താണ് കേട്? എന്റെ ഏട്ടൻ എന്നെ കല്യാണം കഴിച്ചതെല്ലാം അറിഞ്ഞത് കൊണ്ടാണ്, പിന്നെ നിങ്ങൾക്കൊക്കെ എന്തിന്റെ സുഖേടാണ്? ദിവ്യ ചോദിച്ചു. വിദ്യാഭ്യാസം കുറെ ഉണ്ടായത് കൊണ്ട് എല്ലാം ആവുമോ? എന്റെ ഏട്ടന് ഇങ്ങനെയുള്ള ഒരു പെണ്ണിനെ മതി. ഏട്ടനെ സ്നേഹിക്കുന്ന ഒരു പെണ്ണിനെ മാത്രം മതി. അതിന് എന്നെ കൊണ്ട് പറ്റുന്നുണ്ട്, മക്കൾക്കും പറ്റുന്നുണ്ട്. അതിൽ ആർക്കും ഒരു സംശയങ്ങളോ ഒന്നും വേണ്ട. ഇനി ഇതും ചൊറിയാൻ കുറെ ആളുകൾ ഉണ്ടാകും, അവർ ചൊറിഞ്ഞോട്ടെ എന്നും ദിവ്യ പ്രതികരിച്ചു.